ബഹുമാന്യനായ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന മുഹമ്മദ് അലി വാഫി, അതുപോലെ തന്നെ ഈ വാഫി എന്ന ഈ ഒരു ആശയം കേരളത്തിലെ നമ്മുടെ കേരളീയ വൈജ്ഞാനിക മണ്ഡലത്തിലെ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി, ഉസ്താദ് ഡോക്ടർ അബ്ദുൽ ജലീൽ വാഫി അൽ അസ്സരി, ഉസ്താദ് ഡോക്ടർ അയ്യൂബ് വാഫി, ഇവിടെ സ്വാഗതം പറഞ്ഞ റഊഫ്, മറ്റ് പ്രിയമുള്ളവരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2011 മുതൽ പ്രവർത്തിച്ചു വരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 13 ചെയറുകളിൽ ഒന്നാണ് CH മുഹമ്മദ് കോയ ചെയർ. കഴിഞ്ഞ 2011 മുതൽ ഒരു 15 വർഷത്തോളമായി ഞങ്ങൾ വളരെ ഈ ക്യാമ്പസിലെ, എനിക്ക് തോന്നുന്നത് മറ്റ് ഏത് ചെയറിനെക്കാട്ടിലും വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ചെയറാണ് CH മുഹമ്മദ് കോയ ചെയർ. ഞങ്ങളുടെ വികസ്വര സമൂഹങ്ങളുടെ പഠനവും ഗവേഷണവും എന്നതാണ് ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഫോക്കസ് പോയിന്റ്. ആ വിഷയത്തിൽ നിരവധി ചർച്ചകൾ, സംവാദങ്ങൾ, ഗവേഷണങ്ങൾ, പഠനങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെയർ. നാളെ തന്നെ ഞങ്ങൾ അന്താരാഷ്ട്ര, നമ്മുടെ ഇന്നത്തെ ഏറ്റവും ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് നാളെ വൈകിട്ട് ചെയറിൽ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച നാളെ നടക്കുന്നുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് ഈ ക്യാമ്പസിൽ സജീവമായ ഒരു ചെയറാണ്. ഈ ചെയറുമായിട്ട് സഹകരിച്ച് നിരവധി നമ്മുടെ ഈ കാളികാവ് വാഫി ക്യാമ്പസിന്റെ പോലെ പല ഈ ചെയറിന്റെ ഒരു അനുഭാവ വൃന്ദങ്ങളിൽപ്പെട്ട പലരും ഞങ്ങളെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ വാഫി കാളികാവ് വാഫി ക്യാമ്പസ് എനിക്കൊന്ന് കുറച്ച് ഒരു വളരെ 11 മണിക്കൂറിലാണ് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞങ്ങളുടെ അതിന്റെ ഒരുക്കത്തിലൊക്കെ ചില പ്രശ്നങ്ങൾ നേരിടാൻ അതാണ് കാരണം. കുറച്ച് നേരത്തെ നമ്മൾ ആലോചിച്ചിരുന്നെങ്കിൽ കുറെ കൂടി ഗംഭീരമാക്കാമായിരുന്നു. ഇപ്പോഴും ഗാംഭീര്യത്തിന് കുറവൊന്നുമില്ല എങ്കിൽ പോലും. അപ്പം ഈ ഇത്തരമൊരു സിമ്പോസിയം ഓൺ ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് 3 സെഷൻ ഇവിടെ കഴിഞ്ഞു. വളരെ ഗംഭീരമായിരുന്നു. ഞാൻ 3 സെഷനിലും പങ്കെടുത്തു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോ ഒരു കൈൻഡ് ഓഫ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തന്നെയാണ് നമ്മളിപ്പോ ഇവിടെ നടക്കുന്നത്. അപ്പൊ കേരളത്തില് 3 ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഈ അടുത്തടുത്ത കാലത്തായിട്ടാണ്. ഒന്ന് എറണാകുളത്ത് ഫോർത്തൂസ് കഴിഞ്ഞു, കോഴിക്കോട്ട് KLF കഴിഞ്ഞു, വടകരയിലെ കടത്തനാട് ഫെസ്റ്റ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് മറ്റൊരു ഫെസ്റ്റായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. അപ്പൊ നമ്മള് മനസ്സിലാക്കുന്ന കാര്യം വെച്ചാല്, ഇപ്പം ഫോർത്തൂസ് ക്യാമ്പസില് നമ്മൾ വളരെ 2 പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആ ക്യാമ്പസിൽ നിന്ന് ഫോർത്തൂസ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായി. ഒന്ന് നമ്മുടെ അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ട ശ്യാംകുമാറൊക്കെ ഉള്ള ഒരു വിവാദം, മറ്റൊന്ന് നമ്മുടെ മുനവർലി തങ്ങളുടെ മകളുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം. അങ്ങനെ വിവാദമല്ല, ഒരു ഡിസ്കഷൻ പോയിന്റ് ഉണ്ടായി. പക്ഷെ KLF-ല് നമുക്കറിയാം, KLF അതിനേക്കാൾ ഗംഭീരമായിട്ട് നടന്നെങ്കിൽ പോലും KLF-ൽ നിന്ന് വളരെ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ഉയർന്നു വന്നതായിട്ട് നമ്മൾ കണ്ടില്ല. മാത്രമല്ല ഒരു സെറീന വില്യംസ് എന്ന് പറയുന്ന ഒരു ഫിഗറിൽ അത് ഒതുങ്ങുന്നതാണ് കണ്ടത്. അതേസമയം നമുക്കറിയാം, ഇന്ത്യയിലും കേരളത്തിലും ലോകത്തിലും ഏറ്റവും വൈജ്ഞാനിക മണ്ഡലത്തിൽ വളരെ സജീവമായിട്ടുള്ള ഒരു ഐഡിയോളജി, ഇസ്ലാം എന്ന ഐഡിയോളജിയുടെ വ്യത്യസ്ത ധാരകളിൽ നിരന്തരമായിട്ട് ചർച്ചയും സംവാദങ്ങളും പഠനങ്ങളൊക്കെ നടക്കുന്ന ഒരു ഐഡിയോളജി, അതിന്റെ
പ്രതിനിധീകരിക്കുന്ന ഒരു സമൂഹം കേരളത്തിലെ ഏറെക്കുറെ 1/3 ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സമൂഹം ഇത്തരം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നിന്ന് ഒരു കാഴ്ചക്കാരായിട്ട് അല്ലെങ്കിൽ അവരൊരു എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് ഇതിന്റെ സംഘാടകർ പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രതിവിധി എന്നോണോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു എന്താ പറയാ ഒരു കൗണ്ടർ സ്റ്റെപ്പ് എന്ന നിലയിൽ നമുക്കറിയാം, ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ കൊണ്ടുവന്നിരുന്നതിന് പിന്നില് ചമ്മാട് ദാറുൽ ഹുദയിലെ വിദ്യാർത്ഥികളായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ കാരണങ്ങളൊക്കെ നമുക്കറിയാം, അതൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടോ അതിന്റെ 2ാം എഡിഷൻ നടത്താൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഹുദവികളും അതുപോലെ തന്നെ വാഫികളും എന്ന് പറയുന്ന ഈ 2 എന്താ പറയാ കേരളത്തിന്റെ വൈജ്ഞാനിക മണ്ഡലത്തില് പ്രത്യേകിച്ചും ഞാൻ പലപ്പോഴും അപ്പം നോൺ മുസ്ലിം ബുദ്ധിജീവി സർക്കിളിൽ നിന്നൊക്കെ പലപ്പോഴും നമ്മുടെ പല സംസാരത്തിലും കേട്ടിട്ടുണ്ട്. ഈ ഹുദവികളും വാഫികളും എന്ന് പറയുന്ന ഇവര് അങ്ങനെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താവുന്ന, എളുപ്പത്തിൽ തോൽപ്പിക്കാവുന്ന ഒരു വിഭാഗമല്ല. അവർ വൈജ്ഞാനികമായി, ഇന്റലക്ച്വലായിട്ട്, ശൈക്ഷണികമായിട്ടൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു വിഭാഗമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽ നിന്ന് കേരളത്തിലെ നമ്മള് എന്താ പറയാ, നമുക്കറിയാം കേരളത്തിലെ പ്രസിദ്ധീകരണങ്ങൾ, പുസ്തക പ്രസാധനാലയം, ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും പുസ്തക വായന, അതുപോലെ തന്നെ സാമൂഹ്യ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടൽ, എല്ലാ രംഗത്തും വളരെ സജീവമായിരിക്കുന്ന ഒരു സമൂഹം ഇങ്ങനെ കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ടവരല്ല. നമ്മൾ അജണ്ട സെറ്റ് ചെയ്യേണ്ടവരാണ്. മറ്റുള്ളവരുടെ അജണ്ടയാൽ നമ്മൾ നയിക്കപ്പെടേണ്ടവരല്ല എന്നതിലേക്ക് നമ്മുടെ കൂടിയാലോചനകൾ നടക്കണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഞങ്ങള് CH ചെയർ എല്ലാ സെപ്റ്റംബർ 28-നും CH മുഹമ്മദ് കോയയുടെ ചരമ വാർഷികവുമായി ബന്ധപ്പെട്ട് 2 ദേശീയ സെമിനാറുകൾ 2 നടത്തി. ഇനി അത് എല്ലാ വർഷവും അത് ഒരു ദേശീയ സെമിനാർ എല്ലാ വർഷവും ഈ സെപ്റ്റംബർ 28 നടത്താനുള്ള പ്ലാനായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവാണ്. ഈ കഴിഞ്ഞ 2 സെമിനാറുകളും വളരെ ഗംഭീരമായി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ ഹൈ പ്രൊഫൈൽ ആളുകൾ പങ്കെടുത്തൊരു സെമിനാറായിരുന്നു. അത് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേറൊരു അക്കാഡമിക് ഫെസ്റ്റിവലായിട്ട് മാറ്റണം എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അതിലപ്പുറം ഒരു പൊതുജനങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് ചില പരിമിതികളുണ്ട് എങ്കിൽ പോലും നമ്മള് ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് പൊതുജന മധ്യത്തിലേക്ക് വരുന്ന ഒരു ഇനീഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ ഈ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവർകളാണ്. അദ്ദേഹത്തെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കും. അസ്സലാമു അലൈക്കും.